തദ്ദേശ വകുപ്പിന്റെ ഈസി കിച്ചൺ പദ്ധതിക്കെതിരെ വിമർശനം. ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് രംഗത്തെത്തിയിട്ടുണ്ട്. അധിക തുക അനുവദിക്കാതെ പദ്ധതി നടപ്പാക്കാൻ കഴിയില്ലെന്നും ഈസി കിച്ചൺ പദ്ധതി നടപ്പാക്കിയാൽ മറ്റു പദ്ധതികളെ ബാധിക്കുമെന്നും LGML പറയുന്നു. നമുക്ക് പ്രതികരണം ഒന്ന് കേട്ടുവരാം. ഈസി കിച്ചൺ പദ്ധതി പോലെയുള്ള നിരവധി പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയ പ്രചരണങ്ങളും അതിന് നൽകിയിട്ടുണ്ട്. പക്ഷെ അതിനുള്ള ഫണ്ട് എവിടെ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നേരത്തെ ഡയാലിസിസ് പേഷ്യൻറ്റിന് 4000 രൂപ വെച്ച് നൽകണമെന്ന് പറഞ്ഞു. ആ പദ്ധതിയുടെ അവസ്ഥ ഇപ്പം എന്താണ്? നിലവിലുള്ള ഏതെങ്കിലും ഒരു പദ്ധതി മാറ്റിയിട്ട് മാത്രമാണ് ഇത്തരം പദ്ധതിയിലേക്ക് നീങ്ങാൻ കഴിയുക? ഏത് പദ്ധതിയാണ് മാറ്റാൻ കഴിയുക? ഫണ്ടിൻ്റെ പരിമിതി മാത്രമല്ല, ഗവൺമെൻറ് വിവിധ വകുപ്പുകളുടെ പദ്ധതി തദ്ദേശ സ്ഥാപനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. കോക്ലിയർ ഇംപ്ലാന്റേഷൻ സാമൂഹ്യ സുരക്ഷാ മിഷനാണ് നേരത്തെ UDF സർക്കാരിൻ്റെ കാലത്ത് നടത്തിയത്. ഇപ്പോൾ ആരോഗ്യ വകുപ്പിന് കൈമാറി. പക്ഷേ ആരോഗ്യവകുപ്പ് നടത്തുമ്പോഴും പണം നൽകേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഈ രീതിയിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടുകൾ വിവിധ വകുപ്പുകളിലേക്ക് ചാർത്തി കൊടുക്കുന്നത് പോലെ വിവിധ സംവിധാനങ്ങൾക്ക് ഗവൺമെൻറ് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു നിലക്കും ഈ പദ്ധതി കേരളത്തിൽ കൃത്യമായി മറ്റൊരു പദ്ധതിയെ പരിക്കേൽപ്പിച്ചുകൊണ്ടല്ലാതെ ഇത്തരമൊരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അത് തന്നെ അനിവാര്യമായ പല പദ്ധതികളെയും മാറ്റി നിർത്തേണ്ടി വരും. അനിവാര്യമായ ചില പദ്ധതികളെ മാറ്റി നിർത്തേണ്ടി വരും എന്നുള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഈ ഈസി കിച്ചൺ എന്ന് പറയുന്നൊരു പരിപാടി അടുക്കള നവീകരണത്തിനായി 75,000 രൂപ വരെ നൽകുന്നൊരു പരിപാടിയായിരുന്നു. പക്ഷേ പണം എവിടുന്ന് എന്നുള്ളതാണ് ലോക്കൽ ഗവൺമെൻറ്റിലെ ഈ പ്രതിനിധികൾ ചോദിക്കുന്നത്. 3 വർഷം മുൻപാണ് ബജറ്റിൽ പദ്ധതി പ്രഖ്യാപിച്ചത്. നിലവിൽ ലഭിക്കുന്ന ഫണ്ടിൽ നിന്ന് വേണം തദ്ദേശ സ്ഥാപനങ്ങൾ ഈസി കിച്ചൺ പദ്ധതിക്ക് വേണ്ടി തുക വകയിരുത്തേണ്ടത്. സിനോജ് തോമസ് ചേരുന്നു. കേട്ടപ്പോൾ നല്ലൊരു പദ്ധതിയായിരുന്നു അല്ലേ സിനോജ് തോമസ്? ഈസി കിച്ചൺ, നമ്മുടെ അടുക്കളയൊക്കെ നവീകരിക്കുക, പുക പിടിച്ച് കിടക്കുന്ന അടുക്കളയും പാതാമ്പറവും ഒക്കെ മാറി അവിടെ മോഡേൺ കിച്ചൺ വരുന്നു. അതിന് 75,000 രൂപ സർക്കാർ കൊടുക്കുന്നു, പഞ്ചായത്ത് കൊടുക്കുന്നു എന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. പക്ഷേ പിന്നീടാണ് അറിഞ്ഞത് അതിന് പ്രത്യേകം പണം അനുവദിച്ചിട്ടില്ല അല്ലേ സിനോജ് തോമസ്? പിന്നെ ഏത് ഫണ്ടിൽ ഇത് കണ്ടെത്തും? അനുകുമാർ, അതായത് ഈസി കിച്ചൺ പദ്ധതി അത്ര ഈസി ആയിട്ട് നടപ്പാക്കാൻ കഴിയില്ല എന്നാണ് മുസ്ലിം ലീഗിൻ്റെ ജനപ്രതിനിധികൾ പറയുന്നത്. കാരണം പദ്ധതി 3 വർഷം മുൻപ് ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഏതാനും ദിവസം മുൻപാണ് സർക്കാർ അതിന് അംഗീകാരം കൊടുക്കുന്നത്. അംഗീകാരം കൊടുത്തെങ്കിലും അത് തദ്ദേശ സ്ഥാപനങ്ങൾ അതിന് ഫണ്ട് നൽകണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നിലവിൽ തന്നെ ബജറ്റ് വിഹിതം തദ്ദേശ സ്ഥാപനങ്ങൾ കൃത്യമായിട്ട് ലഭിക്കുന്നില്ല. കഴിഞ്ഞ ബജറ്റ് വിഹിതം തന്നെ കഴിഞ്ഞ വർഷത്തെ 2,928 കോടി രൂപയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകാനുള്ളത്. ഈ വർഷത്തെ വിഹിതം നോക്കിക്കഴിഞ്ഞാൽ 3ാമത്തെ ഗഡുവും കഴിഞ്ഞ മാസം ഡിസംബർ മാസം നൽകേണ്ടതാണ്. പക്ഷേ ജൂലൈയിൽ നൽകേണ്ട 2ാം ഗഡുവാണ് ഡിസംബർ മാസം നൽകിയിരിക്കുന്നത്. 3ാം ഗഡു തന്നെ കുടിശ്ശിക വന്നിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് പുതിയൊരു പദ്ധതി പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് നടപ്പാക്കാൻ കഴിയില്ല. ഇനി നടപ്പാക്കിയാൽ തന്നെ മറ്റ് പദ്ധതികളെ ബാധിക്കും. റോഡ് നിർമ്മാണം ഉൾപ്പെടെയുള്ള അടിസ്ഥാന വികസന പദ്ധതികൾ, ഒപ്പം തന്നെ മറ്റ് ഈ വീട് പുനരുദ്ധാരണ പദ്ധതിയുണ്ട്, മേൽക്കൂര നിർമ്മാണമുണ്ട്. അങ്ങനെ നിരവധി പദ്ധതികൾ, മറ്റ് പദ്ധതികളുണ്ട്. ആ പദ്ധതികളെ പരിക്കേൽപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ പദ്ധതി നടപ്പാക്കാൻ കഴിയൂ എന്നാണ് മുസ്ലിം ലീഗിൻ്റെ ജനപ്രതിനിധികളാണ് ഈ വിമർശനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ സർക്കാർ പറയുന്നു ഈ ബിൽഡിംഗ് പെർമിറ്റ് ഫീസ് ഉൾപ്പെടെയുള്ള വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമാനം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടിയിട്ടുണ്ട്. അതൊക്കെ തന്നെ ഉപയോഗിക്കാമെന്ന് പറയുന്നു. ഏതായാലും സാധാരണക്കാർക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയാണ്. കാരണം അടുക്കളയിൽ വേണ്ട ടൈലിടാൻ പറ്റും, പുതിയ സിങ്ക് വെക്കാൻ പറ്റും, 200 ലിറ്ററിൻ്റെ ടാങ്ക് വെക്കാൻ പറ്റും. അങ്ങനെ അടുക്കള നവീകരിക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ്. പക്ഷേ അതിൻ്റെ ഫണ്ട് എവിടെ എന്നാണ് പ്രതിപക്ഷം, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ജനപ്രതിനിധികൾ ചോദിക്കുന്നത്. അരുകുമാർ, വല്ലാത്ത ചോദ്യമാണ്, വല്ലാത്ത പദ്ധതിയുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈസി കിച്ചൺ എന്ന് പറഞ്ഞൊരു പരിപാടി സർക്കാർ പ്രഖ്യാപിക്കുക, ഫണ്ട് എവിടെ എന്ന് പറഞ്ഞ് കാണിക്കുക. ശങ്കരാടിയുടെ കൈരേഖ പോലെ ആയിപ്പോയോ ഈസി കിച്ചണിൽ 75,000 രൂപ? നമുക്ക് എന്തായാലും അതിൽ വിശദീകരണം വേണം. മറ്റു ഫണ്ടുകൾ എടുത്ത് ഉപയോഗിക്കാനാണ് പറയുന്നത്. ഏത് ഫണ്ട് എടുത്ത് ഉപയോഗിക്കും? ഉള്ള ഫണ്ട് തന്നെ കിട്ടുന്നില്ലല്ലോ എന്നാണ് പല തദ്ദേശ സ്ഥാപനങ്ങളും ഇപ്പോൾ പരാതിയായിട്ട് ഉന്നയിക്കുന്നതും. അപ്പോൾ ആശങ്ക വളരെ പ്രധാനപ്പെട്ടതാണ്. ഈസി കിച്ചൺ അത്ര ഈസി ആവൂല കേട്ടോ.